ഫിനാൻഷ്യൽ ഇയർ 2023-2024 അസസ്മെൻറ്റ് ഇയർ 2024-25 ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 ജൂലൈ 2024 ആണ്. NRIസിനെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമോ, അവർ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളാൽ അവർ കൺഫ്യൂസ്ഡാണ്. അപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യന് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോകളിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ 4-5 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ പാർട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻകം ടാക്സ് ആക്ടിൻ്റെ നിയമം അനുസരിച്ച് ഒരു പ്രവാസിക്ക്, അതായത് നോൺ റെസിഡൻറ്റ് ഇന്ത്യന് ഇന്ത്യയിൽ ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ മാത്രം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. എന്നാൽ പ്രവാസികളായ വ്യക്തികൾക്ക് ഇന്ത്യയിൽ ടാക്സബിൾ ഇൻകം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും പലപ്പോഴും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായി വരും. ഇതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നതിന് മുന്നേ ആരാണ് നോൺ റെസിഡൻ്റ് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വ്യക്തിയെ നോൺ റെസിഡൻറ്റ് ഇന്ത്യനായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് പ്രീവിയസ് ഇയറിൽ അദ്ദേഹം 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യക്ക് വെളിയിൽ താമസിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. പ്രീവിയസ് ഇയറിൽ ഒരു വ്യക്തി ഇന്ത്യയിൽ 182 ദിവസത്തിൽ കൂടുതൽ താമസിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ റെസിഡൻറ്റ് ഇന്ത്യനായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ നിങ്ങൾ 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യക്ക് വെളിയിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലാണ് താമസിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് NRI അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ എന്ന് പറയുന്ന സ്റ്റാറ്റസ് ലഭിക്കും. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ടാക്സ് കമ്പ്യൂട്ടേഷൻ പർപ്പസിനും മറ്റു പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണയായിട്ട് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ്, റെസിഡൻറ്റ് ഇന്ത്യൻ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്, ഇത്തരത്തിൽ 3 ടാക്സ് സ്റ്റാറ്റസുകൾ അവൈലബിൾ ആണ്. നമ്മളിവിടെ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് NRIസിൻ്റെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ടാക്സബിൾ ഇൻകം ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു വ്യക്തി ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നത്? മിക്കവാറും എല്ലാ പ്രവാസികളും ഇന്ത്യയിൽ പല രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്ന വ്യക്തികളാകാം. നിങ്ങൾക്ക് NRI അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവാം, NRO അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ബോണ്ടുകളിലും അതേപോലെ ടാക്സബിൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്ന വ്യക്തികളാകാം. ഇന്ത്യയിലെ ടാക്സ് റൂൾ അനുസരിച്ച് ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യന് ഒരു സ്ഥാപനമോ വ്യക്തിയോ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം കൊടുക്കുന്ന സമയത്ത് ടാക്സ് ഡിഡക്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ ടാക്സ് റൂളിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ കമ്പനികളിൽ ഷെയറുകളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികളാകാം, മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികളാകാം. ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളോ ഷെയറുകളോ മറ്റും നിങ്ങൾ വിൽക്കുമ്പോൾ അതിലൊരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഗെയിനാണ് നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ആ സാഹചര്യത്തിലും ഏത് സ്ഥാപനമാണോ നിങ്ങൾക്ക് ഈ വരുമാനം നൽകുന്നത് അവർ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും തരിക. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിക്ഷേപം എന്ന് പറയുന്നത് കേരള പ്രവാസി ഡിവിഡൻഡ് സ്കീമാണ്. കേരള പ്രവാസി ഡിവിഡൻഡ് സ്കീമിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് പ്രവാസി വെൽഫെയർ ബോർഡ് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ ടാക്സ് പിടിക്കാറുണ്ട്. പല രീതിയിലും ടാക്സ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള വഴികളുണ്ട്. പ്രവാസികളിൽ പലരും നോൺ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റോ, നിൽ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റോ, ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് LDC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്, ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ 30% ടാക്സ് പിടിക്കുന്നതിന് പകരമായിട്ട് 3%, 5%, 6% ടാക്സ് പിടിക്കാനായിട്ട് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് നമുക്ക് പെർമിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഇൻകത്തിൽ നിന്ന് അവിടെയും ഒരു ടാക്സ് ഡിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ പല ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ഇൻകത്തിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്താൽ തന്നെയും പല നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസും ടാക്സബിൾ ലിമിറ്റിൻ്റെ അല്ലെങ്കിൽ ബേസിക് ലിമിറ്റിൻ്റെ പരിധിയിൽ വരുന്ന വ്യക്തികളല്ല. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് തിരിച്ച് ലഭിക്കണമെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഒരു വ്യക്തിയുടെ ടാക്സ് സ്റ്റാറ്റസ് കണക്കാക്കുന്നത്
പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളുടെ ബേസിസിലാണ്. ഒന്ന് ഇൻകം ടാക്സ് ആക്ട് 1961 രണ്ടാമത്തത് ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ട് ഒരു വ്യക്തി എത്ര ദിവസം ഇന്ത്യക്ക് വെളിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ താമസിച്ചു, ഈ കാര്യങ്ങൾ കണക്ക് കൂട്ടിയിട്ടാണ് ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ ഫെമ റൂൾ അനുസരിച്ചിട്ട് ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു വ്യക്തി എന്ത് ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഇന്ത്യക്ക് വെളിയിൽ പോകുന്നത്. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ഇന്ത്യക്ക് വെളിയിലേക്ക് ട്രാവൽ ചെയ്യുന്നത് അവിടെ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിലോ ഫാമിലി വിസയിലോ യാത്ര ചെയ്യുന്ന വ്യക്തികളാകാം. അപ്പോൾ അവരെ ഇൻറ്റൻഷനാണ് അവിടെ മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അദ്ദേഹം ഇന്ത്യക്ക് വെളിയിൽ പോകുന്നത് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പീരീഡിലേക്കാണ് ഇന്ത്യക്ക് വെളിയിലേക്ക് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഫെമയുടെ റൂൾ അനുസരിച്ച് നിങ്ങൾ ഇതേപോലെയുള്ള പർപ്പസിനാണ്, ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്കുള്ള സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് വിദേശ രാജ്യത്തേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ എന്നാണോ ഇന്ത്യക്ക് വെളിയിൽ പോകുന്നത് ആ ദിവസം മുതൽ നിങ്ങളെ നോൺ റെസിഡൻറ്റ് ഇന്ത്യനായിട്ട് കണക്കാക്കും. അതേപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിൽ പോയിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ഇവിടെ പെർമനൻ്റായിട്ട് സെറ്റിൽ ചെയ്യുന്ന ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ മറ്റേതെങ്കിലും ജോലി ചെയ്യുന്ന ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ റെസിഡൻറ്റ് ഇന്ത്യനായിട്ട് കണക്കാക്കും. ഇതനുസരിച്ചിട്ട് ഒരു വ്യക്തി എത്ര നാൾ ഇന്ത്യക്ക് വെളിയിൽ താമസിച്ചു അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിച്ചു എന്നുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ല. സാധാരണയായിട്ട് ടാക്സ് റിട്ടേൺ എല്ലാം നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ, അസസ്മെൻറ്റ് ഇയർ. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും പല അവസരങ്ങളിലും പ്രീവിയസ് ഇയറും അസസ്മെൻറ്റ് ഇയറും നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ട്. എന്താണ് പ്രീവിയസ് ഇയർ? പലപ്പോഴും പലർക്കും കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് ഫൈനാൻഷ്യൽ ഇയറിലെ ടാക്സ് റിട്ടേൺ ആണോ ഫയൽ ചെയ്യുന്നത് ആ ഫൈനാൻഷ്യൽ ഇയറിനെയാണ് സാധാരണയായിട്ട് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഇപ്പോൾ 31 ജൂലൈയിൽ നിങ്ങൾ ഫയൽ ചെയ്യാൻ പോകുന്ന ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2023, 2024, അതേപോലെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2024, 2025 എപ്പോഴും അസസ്മെൻറ്റ് ഇയർ പ്രീവിയസ് ഇയറിനേക്കാളും ഒരു വർഷം കൂടുതലായിരിക്കും. സാധാരണയായിട്ട് ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുന്ന വ്യക്തികളുടെ ഫാമിലി, അവരുടെ വൈഫോ അല്ലെങ്കിൽ കുട്ടികളോ ഫാമിലി വിസയിൽ അവരോടൊപ്പം ഇന്ത്യക്ക് വെളിയിൽ താമസിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യക്ക് വെളിയിലുള്ള നിങ്ങളുടെ സ്പൗസിൻ്റെ ടാക്സ് സ്റ്റാറ്റസ് എങ്ങനെയാണ് കണക്കാക്കുക? ഫെമയുടെ റൂൾ അനുസരിച്ചിട്ട് അവർ ഇന്ത്യക്ക് വെളിയിൽ പോയതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ അവരുടെ സ്പൗസിൻ്റെ കൂട്ടത്തിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പീരീഡിലേക്ക് താമസിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് റൂൾ അനുസരിച്ചിട്ട് അവർ 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യക്ക് വെളിയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും നോൺ റെസിഡൻറ്റ് ഇന്ത്യനായിട്ട് തന്നെ കണക്കാക്കും. പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഫാമിലി വിസയിൽ ഇന്ത്യക്ക് വെളിയിലേക്ക് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഫാമിലി വിസയിൽ നിങ്ങളുടെ കൂട്ടത്തിൽ താമസിക്കുന്ന നിങ്ങളുടെ സ്പൗസ് ഒരു റെസിഡൻറ്റ് സ്റ്റാറ്റസിലുള്ള വ്യക്തിയാണ് എന്നാണ് പലപ്പോഴും പലരും ചിന്തിച്ചു വച്ചിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. ഇന്ത്യൻ സിറ്റിസൺസ് ആണ് ഇന്ത്യക്ക് വെളിയിലേക്ക് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുന്നത്. അവരെ ഏത് സ്റ്റാറ്റസിലുള്ള വ്യക്തികളാണെങ്കിൽ തന്നെയും ഈ റൂൾ അനുസരിച്ചിട്ട് ഫെമയുടെ റൂളും അതേപോലെ ഇൻകം ടാക്സിൻ്റെ റൂളും അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഫോളോ ചെയ്യണമോ ആ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാനായിട്ട് അവരും ബാധ്യസ്ഥരാണ്. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടിപ്പോകുന്നത് കാരണം തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഇൻകമാണ് ടാക്സബിളായിട്ട് വരിക, എന്തൊക്കെ ടാക്സ് എക്സംഷൻ നമുക്ക് ലഭിക്കും, എങ്ങനെയാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക, ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുന്നതിന് നമ്മൾ എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടത്, അങ്ങനെ പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് വരുന്ന പാർട്ട് 2, 3, 4, 5 വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ട് കാണുവാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക.
ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള 100-ലധികം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആ വീഡിയോകൾ കാണുവാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.